ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അപ്രായോഗികമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ലെന്നും കെ രാജൻ. വടക്കാഞ്ചേരി വിരിപ്പാക്കൽ യുവാവിനെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണലിപ്പാടം സ്വദേശി അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. പെരിഞ്ഞിലത്ത് ഭക്ഷ്യവിഷബാധയേറ്റ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി റഫീഖ്, പൊഞ്ഞനം സ്വദേശി അസ്ഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. ദേശീയപാത മടത്തല അയിനിപ്പുള്ളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മണലി മടവാക്കരയിൽ ലോറി മറിഞ്ഞ അപകടം. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ വഴിയോര കടയിലേക്ക് ഇടിച്ചു കയറി. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലു കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. വെള്ളമെത്താത്തതിനാൽ കൃഷി ഇറക്കാനാവാതെ കർഷകർ. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്നീസ് പള്ളിക്ക് പുറത്ത് കത്തിച്ചുവെച്ച മെഴുകുതിരിയിൽ നിന്ന് തീപ്പൊള്ളലേറ്റ് വയോധിക മരിച്ചു. പള്ളിപ്പുറം സ്വദേശിനി സിസ്ലിയാണ് മരിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. പൂരവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അപ്രായോഗികമാണെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. ആന ഉടമസ്ഥർക്കും ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർക്കും പറയാനുള്ളത് കേൾക്കാതെയും ആലോചിക്കാതെയുമാണ് കോടതി നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. തൃശൂർ പൂരം മാത്രമല്ല, ആറാട്ടുപുഴ, പെരുവനം പൂരങ്ങളെല്ലാം വർഷങ്ങളുടെ പഴക്കമുള്ള പൂരങ്ങളാണ്. പെരുവനം ഇടവഴി തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് 7 ആനകൾക്ക് ഒരുമിച്ച് എഴുന്നള്ളി വരാൻ പറ്റുന്ന സൗകര്യങ്ങളോടെയാണ്. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള എഴുന്നള്ളിപ്പുകളാണ് പല ഉത്സവങ്ങളുമെന്ന് മന്ത്രി പറഞ്ഞു. പൂരം അതിന്റെ എല്ലാ പ്രൗഢിയോടും പാരമ്പര്യത്തോടും കൂടി നടത്തണമെന്നാണ് സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്ന സാഹചര്യത്തിൽ ചട്ടഭേദഗതിയുടെ കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചന ആവശ്യമാണ്. നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് പൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല. ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരം ഭംഗിയായി നടത്തണമെന്ന് തന്നെയാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും മന്ത്രി പറഞ്ഞു. കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തികച്ചും അപ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇക്കാര്യത്തിൽ കോടതി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള നിരീക്ഷണങ്ങളോടും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുകയും ചെയ്യില്ല. ആന ഉടമസ്ഥരും ദേവസ്വം ബോർഡുകളും അടക്കമുള്ള പൂരത്തിന്റെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോട് അവർക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് കോടതിയുടെ ഇക്കാര്യത്തിലുള്ള മാർഗനിർദ്ദേശവും നിരീക്ഷണവും ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ഒരു സമീപനം എടുക്കണം എന്നാണ് സർക്കാർ കരുതുന്നത്. മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ട് ഉന്നതതല യോഗം ചേർന്ന് പൂരവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നതതലത്തിലുള്ള യോഗം ചേർന്ന് അക്കാര്യങ്ങൾ പരിശോധിക്കും. ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് കടക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമവിദഗ്ധരോട് കൂടിയാലോചിച്ചു. ഉദ്യോഗസ്ഥർ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയത് ഗുരുതരമായ കുറ്റമാണെന്നും ഇവർ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരു ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. കാരണം കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യുന്നൊരു ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാണ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കർശനമായ നടപടിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് നിർദ്ദേശം കൊടുക്കും. റീഇംബേഴ്സ്മെന്റ് മാത്രമായിരിക്കില്ല, അതിനകത്ത് അങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥന്മാർ കർശനമായിട്ടുള്ള നടപടിയെ നേരിടേണ്ടി. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സർക്കാർ എല്ലാ അർത്ഥത്തിലും അവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരി വിരിപ്പാക്കൽ യുവാവിനെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വിരിപ്പാക്ക സ്വദേശി നടുത്ര വീട്ടിൽ 47 വയസ്സുള്ള അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. മണലിപ്പാടം പാറ്റപ്പുറത്ത് ഉണ്ണിയാൻകുട്ടിയുടെ തെങ്ങിൻ തോപ്പിലാണ് ഇന്ന് രാവിലെ ഷെരീഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാലിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഷെരീഫിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ നാട്ടുകാരാണ് മരിച്ചു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. KCB പുന്നമർമ സെക്ഷൻ AE AK സീമയുടെ നേതൃത്വത്തിൽ KCB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വടക്കാഞ്ചേരി CI റിജിൻ തോമസ്, SI അനുരാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ച ഷെരീഫ് ഗൃഹോപകരണങ്ങൾ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്. രോഗി കൂടിയ ഷെരീഫ് ഇന്നലെ സ്കാനിംഗ് കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ എന്നും നാട്ടുകാർ പറയുന്നു. പെരിഞ്ഞിലത്ത് ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കയ്പമംഗലം സ്വദേശി ചമ്മണിയിൽ വീട്ടിൽ റഫീഖ്, കാട്ടൂർ പൊഞ്ഞനം സ്വദേശി ചിറക്കുഴി വീട്ടിൽ അസ്ഫീർ എന്നിവരെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ മെയ് 25-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം.
പെരിഞ്ഞനം കുറ്റിലക്കടവ് രായമരക്കാർ വീട്ടിൽ ഉസൈബയാണ് വിഷബാധയേറ്റ് മരിച്ചത്. 25ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. സംഭവത്തിന് ശേഷം പോലീസും ആരോഗ്യ വിഭാഗവും ചേർന്ന് ഹോട്ടൽ അടപ്പിക്കുകയും നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ച പ്രതികളോട് അന്വേഷണ ഉദ്യോഗസ്ഥർ മുൻപാകെ കീഴടങ്ങാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇരുവരും കയ്പമംഗലം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ 2 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. ദേശീയപാത മണത്തല ഐനിപ്പുള്ളിയിൽ വീണ്ടും അപകടം. നിയന്ത്രണം വിട്ട കാർ ദേശീയപാതയിലെ താൽക്കാലിക ഡിവൈഡറിലിടിച്ചാണ് അപകടം. 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ബിജോയ്, സഹോദരി ഷീബയുടെ മകൾ അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു കുടുംബം. പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ദേശീയപാത മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു. മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത്. കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടയ്ക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മടവാക്കര റോഡിലെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണം. ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത്. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത്. ചാലക്കുടി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തതും അപകടത്തിനിടയാക്കുന്നുണ്ട്. ഒരാഴ്ചയ്ക്കിടെ 2ാമത്തെ ലോറിയാണ് മറിയുന്നത്. കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാര യോഗ്യമാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. തൃപ്രയാറിൽ സ്വകാര്യ ബസ് ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വഴിവാണിഭ കടയിലേക്ക് ഇടിച്ചു കയറി. ഇത് രാവിലെ തൃപ്രയാർ പോളി ജംഗ്ഷനിലായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. തൃശൂരിൽ നിന്ന് തൃപ്രയാറിലേക്ക് വന്നിരുന്ന ബസ് ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നിന്ന് ടെമ്പിൾ റോഡിലേക്ക് കടന്ന് കാറിൽ ഇടിക്കുകയായിരുന്നു. ചൂലൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് നടത്തുന്ന വഴിയോര കച്ചവട കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കടയിലുണ്ടായിരുന്ന സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി VK രാജു, വലപ്പാട് പോലീസ് എന്നിവർ സ്ഥലത്തെത്തി. കുറുമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലു കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. ആശങ്കയൊഴിയാതെ കർഷകർ വെള്ളമെത്താത്തതിനാൽ കൃഷി ഇറക്കാനാകാത്ത സ്ഥിതിയിലാണ് മങ്ങാട്ടുപാടത്തെയും കൊളക്കാട്ടുപാടത്തെയും കർഷകർ. കാലങ്ങളായി കാനത്തോട്ടിലെ സ്ലൂയിസ് തകരാറിലായതിനാൽ മണൽച്ചാക്കുകൾ നിറച്ച് താൽക്കാലിക പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനിടെ വെള്ളമെത്താതെ 5 ഏക്കർ കൃഷിഭൂമി തരിശായി മാറിയിരുന്നു. കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നൽകിയ പരാതിയിൽ നടപടിയെടുക്കാൻ വൈകിയതോടെയാണ് 5 ഏക്കർ തരിശായത്. കൃഷിയിറക്കിയ ഭാഗങ്ങളെല്ലാം വെള്ളമില്ലാതെ വരണ്ടു തുടങ്ങി. താൽക്കാലിക തടയണ ഒരു മഴ പോലും താങ്ങാൻ ശേഷിയില്ലാത്തതാണെന്ന് കർഷകർ പറയുന്നു. മണൽച്ചാക്ക് നിരത്തിയതിനാൽ കാനത്തോടിന്റെ വീതി കുറയുകയും സ്ലൂയിസിന്റെ കിഴക്ക് ഭാഗത്ത് തോടിന്റെ വശം തകരാൻ ഇടയാകുമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകൻ KK അനീഷ് കുമാർ പറയുന്നു. കൃഷിക്ക് വെള്ളം കിട്ടാത്തതിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് പല പാടങ്ങളും വരണ്ട് ഉണങ്ങിയിരുന്നു. താൽക്കാലികമായി മണൽച്ചാക്കിട്ട് പൂർത്തീകരിക്കുന്ന സ്ലൂയിസിന്റെ ഒരു ദൗത്യത്തിലേക്ക് സ്ലൂയിസിൽ എത്തിക്കുന്ന ഒരു പണി മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ ഇത്രയും വൈകിയതിന്റെ പുറത്ത് 5 ഏക്കർ കൃഷിഭൂമി തരിശായി മാറിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടിട്ട ഞാറൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി വരുന്ന പ്രദേശങ്ങളെങ്കിലും, അതായത് 5 ഏക്കർ ഒഴികെ മങ്ങാട്ടുപാടത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ ഉണങ്ങിയ കൃഷിഭൂമിനെ തിരിച്ചെത്തിക്കാൻ പറ്റുമെന്നാണ് ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. 3 മാസത്തിനകം സ്ലൂയിസിന്റെ പണി പൂർത്തിയാക്കുമെന്ന് മൈനർ ഇറിഗേഷൻ തൃശൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനിടെ താൽക്കാലിക സ്ലൂയിസ് വീണ്ടും തകർന്നാൽ ചെങ്ങാലൂർ, നന്ദിപുലം പ്രദേശങ്ങളിലെ 40 ഹെക്ടർ നെൽകൃഷി പ്രതിസന്ധിയിലാകും. കൂടാതെ കൃഷിക്കും കുടിവെള്ളത്തിനും ആശ്രയമായ ഉറാക്കുളം പദ്ധതിയിൽ നിന്നുള്ള പമ്പിങ്ങും മുടങ്ങും. വർഷങ്ങളായി ശോച്യാവസ്ഥയിലുള്ള സ്ലൂയിസ് ഇത്തവണയെങ്കിലും പുനർനിർമ്മിച്ച് പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. TCV ന്യൂസ്, പുതുക്കാട്. മാള പള്ളിപ്പുറം സെന്റ് ആന്റണീസ് പള്ളിയുടെ പുറത്തുവെച്ച മെഴുകുതിരിയിൽ നിന്ന് തീ പടർന്ന പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പള്ളിപ്പുറം കാച്ചപ്പള്ളി മത്തായിയുടെ ഭാര്യ 70 വയസ്സുള്ള സിസിലിയാണ് മരിച്ചത്. പള്ളിക്ക് പുറത്ത് മെഴുകുതിരികൾ കത്തിച്ചു വയ്ക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇവരുടെ വസ്ത്രത്തിലേക്ക് തീ പടർന്നത്. 70% പൊള്ളലേറ്റ സിസിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്.
ഏകാദശിയോടനുബന്ധിച്ച് ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂരിൽ തുടരുന്നു. ഇതോടനുബന്ധിച്ചുള്ള വിശേഷാൽ കച്ചേരികൾക്കും തുടക്കമായി. ഇന്നലെ സുധ രഘുനാഥിന്റെയും സന്ദീപ് നാരായണന്റെയും കച്ചേരിയും യു രാജേഷിന്റെയും മാൻഡലിൻ കച്ചേരിയും അരങ്ങേറി. ഇന്ന് വൈകിട്ട് ഐശ്വര്യ വിദ്യ രഘുനാഥ്, ഭരത് സുന്ദർ എന്നിവയുടെ കച്ചേരി ഉണ്ടാകും. രാത്രി 8 മുതൽ 9 വരെ ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര കലാനിലയത്തിന്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണനാട്ടം പദകച്ചേരിയും ഉണ്ടാകും. നിയമലംഘനം നടത്തി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. എറണാകുളം മുനമ്പം സ്വദേശി രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള സഞ്ജു എന്ന മത്സ്യബന്ധന ബോട്ടാണ് ചെറു മത്സ്യങ്ങളെ പിടിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്തത്. 12 സെന്റിമീറ്ററിൽ താഴെ വലിപ്പമുള്ള 7500 കിലോ കിളിമീൻ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ബോട്ടിലുണ്ടായിരുന്നത്. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് ബോട്ട് പിടിച്ചെടുത്തത്. തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ 2.5 ലക്ഷം രൂപ സർക്കാരിലേക്ക് ഈടാക്കുകയും ഉപയോഗയോഗ്യമായ 44,000 രൂപയുടെ മത്സ്യം ലേലം ചെയ്ത് തുക ട്രഷറിയിൽ അടപ്പിക്കുകയും ചെയ്തു. പിടിച്ചെടുത്ത ചെറു മത്സ്യങ്ങളെ പിന്നീട് പുറംകടലിൽ ഒഴുക്കിക്കളഞ്ഞു. AFEO സനാഗോപൻ, മെക്കാനിക് ജയചന്ദ്രൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് വിഭാഗം ഓഫീസർമാരായ പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, സീ റെസ്ക്യൂ ഗാർഡുമാരായ ഫസൽ, ഷിഹാബ്, സാങ്ക് ദേവസി, എഞ്ചിൻ ഡ്രൈവർ ഫിലിക്സ് എന്നിവരാണ് പ്രത്യേക പട്രോളിംഗ് ടീമിൽ ഉണ്ടായിരുന്നത്. ഭക്ഷ്യയോഗ്യമായ 58 ഇനം കടൽ മത്സ്യങ്ങളെ നിയമവിധേയമായ വലിപ്പത്തിന് താഴെ പിടികൂടിയാൽ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കുറ്റകരമാണ്. നിരോധിത വലകൾ ഉപയോഗിച്ചാണ് ചെറു മത്സ്യങ്ങളെ പിടിക്കുന്നത്. ഇപ്രകാരം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യബന്ധന വള്ളങ്ങൾക്ക് ഭീഷണിയുമാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനികളിലേക്കാണ് വ്യാപകമായി ചെറു മത്സ്യങ്ങൾ കയറ്റിപ്പോകുന്നത്. ഇത്തരം അശാസ്ത്രീയ മത്സ്യബന്ധന രീതി അവലംബിക്കുന്നവർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വയനാട് MP-ആയി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു. കേരള തനിമയുള്ള സാരി അണിഞ്ഞാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞ ചെയ്തത്. വയനാട്ടിൽ നിന്നുള്ള UDF പ്രതിനിധി സംഘം പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മാസം 30-ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തി. कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगी तथा जिस पद വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. കേരള സർവീസ് പെൻഷനേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് PA സീതി അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ദേശീയ കൌൺസിൽ അംഗം കരീം പന്നിത്തടം, ഉമ്മർ മുള്ളൂർക്കര, TA സിദ്ദിഖ്, P മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി പഞ്ചായത്തിലെ 8-ാം വാർഡിലെ റോഡുകൾ തകർന്നും കുറ്റിക്കാടുകൾ വളർന്നും സഞ്ചാരയോഗ്യമല്ലാതായി. പുത്തനമ്പലം പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡുകൾ പെരിങ്ങാട് കരയോഗം ഓഫീസ് വരെ കാടുപിടിച്ച നിലയിലാണ്. ഇഴജന്തുക്കളുടെ താവളമായും മാലിന്യ നിക്ഷേപ കേന്ദ്രമായും റോഡരികുകൾ മാറിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ നിത്യവും യാത്ര ചെയ്യുന്ന റോഡാണിത്. വിദ്യാർത്ഥികളെ ഇതുവഴി പറഞ്ഞുവിടാൻ ഭയക്കുകയാണെന്ന് രക്ഷിതാവായ ഓട്ടോ ഡ്രൈവർ പറയുന്നു. മുള്ളമ്പന്നി ഒക്കെയാണ്, പാമ്പ്, ഈ സൈഡിൽ ഈ പുല്ല് ഇതൊക്കെ വെട്ടി നിൽക്കണാറാണ് ഈ പ്രശ്നങ്ങൾ. ഈ പുല്ലൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കുട്ടികൾക്ക് സൈക്കിളിൽ പോകാനോ മറ്റൊന്നും പറ്റുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതില്. ഇരുവശങ്ങളിലും പുൽക്കാടുകളും പടർപുല്ലുകളും വളർന്നതിനാൽ റോഡിന്റെ വീതി വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. സഞ്ചാരമാർഗം കുറഞ്ഞതിനാൽ പലപ്പോഴും അപകടങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഇരുവശങ്ങളിലുമുള്ള കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് പലതവണ വാർഡ് അംഗത്തോടും പഞ്ചായത്ത് അധികൃതരോടും ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പ്രദേശവാസിയായ ഷൈജു തിരുനെല്ലൂർ പറഞ്ഞു. പാവറട്ടി പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വീതി കൂടിയ റോഡാണിത്. ഈ റോഡിന്റെ 2 വശവും കാട് പിടിച്ചിരിക്കുകയാണ്. ഇതൊന്ന് വൃത്തിയാക്കാൻ നമ്മൾ അധികാരികളോട് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒരു ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇവിടുത്തെ കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവിടെയുള്ള ആളുകളും യുവജനങ്ങളൊക്കെ കൂടിയിട്ട് കുറച്ച് പൈസയൊക്കെ പിടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് വൃത്തിയാക്കാനായിട്ട് ഒരു അനുമതി നമുക്ക് കിട്ടുന്നുമില്ല.
നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മളെ നാടിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കുറ്റിച്ചെടികളും പടർപുല്ലുകളും വെട്ടിനീക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, പാവറട്ടി. പോക്സോ കേസിൽ അതിവേഗ കുറ്റപത്രം സമർപ്പിച്ച ഒല്ലു പോലീസ് 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് 22 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചത്. തൃശൂർ പോക്സോ കോടതി വിചാരണ ആരംഭിക്കുകയും ചെയ്തു. പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് BA ആളൂർ കോടതിയിൽ ഹാജരായി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് മുകളിൽ സ്ഥാപിച്ചിരുന്ന നെയിം ബോർഡിന് തീപിടിച്ചു. സ്റ്റേഷന് മുകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും തൃശൂർ എന്ന് എഴുതിയിരുന്ന വലിയ ബോർഡിൽ നിന്നാണ് തീ ഉയർന്നത്. ഉടൻ തന്നെ റെയിൽവേ ജീവനക്കാർ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു. NCC വാരാചരണത്തിന്റെ ഭാഗമായി 24-ാം ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ശക്തൻ നഗറിൽ രക്തദാന ക്യാമ്പും ദിശ ബോർഡുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. രക്തദാന ക്യാമ്പിന്റെയും ശുചീകരണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. 24 കേരള NCC കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ MT ബ്രിജേഷ് അധ്യക്ഷത വഹിച്ചു. മേജർ PJ സ്റ്റൈജു, സുബേദാർ മേജർ ബിജോയ് റായ്, ജൂനിയർ സൂപ്രണ്ട് VK രാജൻ, ജൂനിയർ സൂപ്രണ്ട് VK രാജൻ, ക്യാപ്റ്റൻ ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 100ഓളം NCC കേഡറ്റുകൾ രക്തദാന ക്യാമ്പിൽ പങ്കാളികളായി. ഇന്ന് 24 കേരള ബറ്റാലിയൻ NCC മേലെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാം. നിർമ്മാണത്തിനും നിരക്കിനും ഏകീകൃത രീതിയില്ല. തുക പല വിധത്തിൽ ചിലവഴിക്കുന്നു. സാധാരണ കരാറുകാർ ഈടാക്കുന്നതിനേക്കാൾ കൂടിയ നിരക്കാണ് നിർമ്മാണത്തിന് അനുവദിച്ചു നൽകുന്നത്. കുഴൂർ പഞ്ചായത്തിലെ വയലാറിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ 27.65 ലക്ഷം രൂപ അടങ്കൽ തുക നിശ്ചയിച്ച അംഗൻവാടി കെട്ടിടം 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. 782 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന് ഇലക്ട്രിക്കൽ പണികൾക്ക് കുഴൂർ പഞ്ചായത്ത് പദ്ധതിയിൽ 75,364 രൂപ കൂടി ചെലവഴിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ പണികളടക്കം ചതുരശ്രയടിക്ക് 2,781 രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. റീബിൽഡ് കേരളയുടെ പദ്ധതി ICDS നേരിട്ടാണ് നിർമ്മാണം നടത്തിയത്. പൊയ്യ പഞ്ചായത്തിലെ മണലിക്കാട് MP ഫണ്ടിൽ 12.20 ലക്ഷം രൂപയുടെ പദ്ധതിയിലാണ് അങ്കണവാടി കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് പണികൾക്ക് 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. 366 ചതുരശ്രയടി വിസ്തീർണത്തിൽ കെട്ടിട നിർമ്മാണത്തിന് 10.02 ലക്ഷം രൂപയാണ് കരാറുകാരന് നൽകിയിട്ടുള്ളത്. ഇലക്ട്രിക് ജോലികളടക്കം ചതുരശ്രയടിക്ക് 3,000 രൂപയാണ് ചെലവ് വരുന്നത്. ലൈഫ് പദ്ധതിയിൽ 450 ചതുരശ്രയടി വീട് നിർമ്മാണത്തിന് 4 ലക്ഷം നൽകുന്ന സ്ഥാനത്താണ് 366 ചതുരശ്രയടിക്ക് ഇലക്ട്രിക്കൽ പണികൾ കൂടാതെ 10 ലക്ഷം ചെലവാക്കുന്നത്. നിർമ്മാണത്തിന് കൃത്യമായ ഒരേ മാനദണ്ഡങ്ങൾ ഇല്ലെന്നും ലഭ്യമാകുന്ന ഫണ്ട് അനുസരിച്ചാണ് സൗകര്യങ്ങൾ ഒരുക്കി പദ്ധതി നടപ്പാക്കുന്നത് എന്നുമാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ വിശദീകരണം. TCV ന്യൂസ്, മാള. NGO യൂണിയൻ കൊടുങ്ങല്ലൂർ ഏരിയ ജനറൽ ബോഡി യോഗം നടന്നു. ഏരിയ പ്രസിഡന്റ് മുഹമ്മദ് റാഫി PA അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P വരദൻ, ഏരിയ സെക്രട്ടറി AS സുമേഷ്, C ആനന്ദ്, PS പ്രേമദാസ്, KR ഷാബി മോൻ എന്നിവർ സംസാരിച്ചു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ നേതൃത്വത്തിൽ 11ാമത് സമൂഹ വിവാഹത്തിന് ഒരുക്കങ്ങളായി. ഇതോടനുബന്ധിച്ചുള്ള കൂടിക്കാഴ്ച സംഗമം ശനിയാഴ്ച രാവിലെ 11-ന് തൃശൂർ ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക അറിയിച്ചു. ആളൂർ പഞ്ചായത്തിൽ പുല്ലും പായലും മൂടി നാശോന്മുഖമായി കിടക്കുന്ന വെള്ളാഞ്ചിറ നവീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. കുഴിക്കാട്ടുശ്ശേരിയിലുള്ള വെള്ളാഞ്ചിറ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. പുല്ലും പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ചിറ നവീകരിക്കാൻ നടപടി വേണമെന്നാണ് ഉയരുന്ന ആവശ്യം. ആളൂർ പഞ്ചായത്തിന്റെ വഴിയിടം വിശ്രമ കേന്ദ്രവും കുട്ടികൾക്കായുള്ള ഉദ്യാനവും സ്ഥിതി ചെയ്യുന്ന കുഴിക്കാട്ടുശ്ശേരിയിലാണ് വെള്ളാഞ്ചിറ കുളമുള്ളത്. ചിറയുടെ വശങ്ങളും കാടുപിടിച്ച അവസ്ഥയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് മേഖലയിൽ നെൽകൃഷി ചെയ്തിരുന്നത് വെള്ളാഞ്ചിറയിൽ സംഭരിച്ചു നിർത്തിയിരുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ്. വേനലിൽ ചിറയിലെ ജലനിരപ്പ് താഴുമ്പോൾ സമീപത്തുകൂടി കടന്നുപോകുന്ന ജലസേചന കനാലിൽ നിന്ന് വെള്ളം തുറന്നുവിട്ട് ചിറ നിറയ്ക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. ഈ കുളം എന്ന് പറയുന്നത് പൈതൃകമായി വർഷങ്ങളായിട്ടുള്ള ഈ കുളമാണ്. അപ്പോൾ ഈ കുളത്തിനെ സംരക്ഷിക്കുകയാണെങ്കിൽ പരിസരത്തെ എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും ഉറവകൾ വഴി വെള്ളം ധാരാളം കിട്ടും. അപ്പോൾ ഇതുമൂലം കടുത്ത വേനൽക്കാലത്ത്
രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നീന്തൽ അറിയാത്ത കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനും കഴിയും. ചിറയുടെ സാന്നിധ്യം മേഖലയിലെ വീട്ടുകിണറുകളിൽ വേനൽക്കാലത്ത് ജലവിധാനം നിലനിർത്തുന്നതിന് സഹായകരമാണ്. പൈതൃക സമ്പത്തായ ചിറ നവീകരിച്ച് വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാൻ അധികൃതർ നടപടിയെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഒരേക്കറിലധികം വിസ്തൃതിയുള്ള ചിറ വൃത്തിയാക്കിയാൽ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. TCV ന്യൂസ് കൊടകര. സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടലാണ് എക്കാലത്തും ജനകീയ സംഗീതം നിർവഹിച്ചിട്ടുള്ളതെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. മതിലകം കളരിപ്പറമ്പിൽ ജനകീയ സംഗീത പ്രതിഭ ES സതീഷ് ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. സതീഷ് ബാബു അനുസ്മരണ സമിതി ചെയർമാൻ EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ സതീഷ് ബാബു സ്മാരക പുരസ്കാരം ജനകീയ ഗായകൻ AV സതീഷിന് ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിച്ചു. നാടക പ്രവർത്തകൻ PK വാസുവിനെ MK പ്രേമാനന്ദൻ ചടങ്ങിൽ ആദരിച്ചു. നമിത സതീഷിന്റെ ഐസീൻ നോവലിന്റെ ബ്രോഷർ E ജിനൻ പ്രകാശനം ചെയ്തു. UK സുരേഷ് കുമാർ, സോമൻ താമരക്കുളം, MS ദിലീപ്, PJ നാസർ, PB സജിത എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ സാഹചര്യത്തിലുള്ള വലിയ ആളുകൾ പോലെ തന്നെ കേരളത്തിൽ KCYM തൃശൂർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ സെന്റിനറി ഹാളിൽ യുവജന ദിനാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് യുവജന ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. തൃശൂർ അതിരൂപതയിലെ 120 യൂണിറ്റുകളിൽ നിന്നായി 2000-ഓളം പ്രതിനിധികൾ യുവജന ദിനാഘോഷത്തിൽ പങ്കെടുക്കും. ദിനാഘോഷത്തിന് മുന്നോടിയായി 7 മേഖലകളിൽ നിന്നുള്ള ദീപശിഖ ഛായാചിത്ര പ്രയാണങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ബിഷപ്പ് ഹൌസിൽ എത്തിച്ചേരും. KCYM അതിരൂപത അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഷിജോ പള്ളിക്കുന്നത്ത്, പ്രസിഡന്റ് ജിഷാദ് ജോസ്, ജുവിൻ ജോസ്, മെജോ മോസസ്, സ്നേഹ ബെന്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ത്രിദിന പണിമുടക്കിന് തുടക്കമായി. ജീവനക്കാർക്ക് ലഭിക്കേണ്ട 39% DA കുടിശ്ശിക അനുവദിക്കുക, ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. എത്രയോ ദിവസങ്ങൾ നമുക്ക് പറയാനുണ്ട്. സഹകരണ മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രി വാസവനെ പോലെയുള്ള നേതാക്കളും കേരളത്തിലെ സഹകരണ ബാങ്ക് ജീവനക്കാരെ സംബന്ധിച്ച് അവർക്ക് ഇടതുപക്ഷ കാട്ടകാമ്പാൽ പോർക്കുളം പഞ്ചായത്തുകളായുള്ള ആനക്കുണ്ട് ബണ്ടിന്റെ നവീകരണം പാതി വഴിയിൽ നിലച്ചത് കർഷകരെ വലയ്ക്കുന്നു. കോൾപ്പടവുകളിലേക്ക് വെള്ളം ശേഖരിക്കുന്ന ആനക്കുണ്ട് ബണ്ട് മേഖലയിലെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ്. കാട്ടകാമ്പാൽ, പോർക്കുളം പഞ്ചായത്തുകളിലായി 16 ഏക്കറോളം വിസ്തൃതിയിലാണ് ആനക്കുണ്ട് സ്ഥിതി ചെയ്യുന്നത്. ആനക്കുണ്ടിലെ മണ്ണെടുത്ത് ആഴം കൂട്ടാൻ നഗരസഞ്ചയ പദ്ധതിയിലൂടെ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ബണ്ടിൽ നിന്നെടുക്കുന്ന മണ്ണിന് 3 കോടിയോളം രൂപ ആദ്യ ടെൻഡറിൽ ലഭിച്ചിരുന്നു. എന്നാൽ ടെൻഡർ എടുത്ത കരാറുകാരൻ പിന്മാറിയതോടെ പദ്ധതി അവതാളത്തിലായി. റീടെൻഡർ നടത്തിയെങ്കിലും പരാതി ഉയർന്നതോടെ വീണ്ടും പ്രശ്നമായി. ഇതിനിടെ ബണ്ടിലെ മണ്ണെടുപ്പ് തുടങ്ങിയെങ്കിലും എടുത്ത മണ്ണ് കൂട്ടിയിടാൻ സ്ഥലമില്ലാത്തത് പ്രശ്നമായി. ബണ്ടിൽ നിന്നെടുത്ത മണ്ണ് ബണ്ടിന്റെ വശങ്ങളിൽ തന്നെ കൂട്ടിയിടുകയാണ് ചെയ്തത്. ഈ മണ്ണ് നീക്കം ചെയ്യാത്തതിനാൽ വീണ്ടും ബണ്ടിലേക്ക് ഒലിച്ചിറങ്ങിയതായി കർഷകർ ആരോപിച്ചു. ആനക്കുണ്ട് നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV ന്യൂസ് കുന്നംകുളം. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ഗീതാ റാണിയുടെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. BJP തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AR ശ്രീകുമാർ, സംസ്ഥാന സമിതി അംഗം TP സജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. മുതിർന്ന പരിഷത്ത് പ്രവർത്തകൻ KM ബേബി അധ്യക്ഷത വഹിച്ചു. ജാഥ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കൽ, പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായ്, അജിത പടാരിൽ, സുധീർ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികളുടെ ഹരിത സഭ സംഘടിപ്പിച്ചു. കില റിസർച്ച് അസോസിയേറ്റ് കോർഡിനേറ്റർ KU സുകന്യ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. കില തീമാറ്റിക് എക്സ്പേർട്ട് ധന്യ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി എന്നിവർ സംസാരിച്ചു.
അച്ഛന്റെ ശസ്ത്രക്രിയയ്ക്ക് പണമില്ലാതെ വിഷമിക്കുന്ന സഹപാഠിയുടെ കണ്ണീരൊപ്പാൻ കമ്മലൂരി നൽകി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശി ചെറുവുള്ളിൽ രാജുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ തുക കണ്ടെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന രാജുവിന്റെ മകളുടെ വിഷമം കണ്ടറിഞ്ഞ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ഫാത്തിമ സാറ താൻ അണിഞ്ഞിരുന്ന സ്വർണ്ണക്കമ്മൽ ചികിത്സാ ചിലവിലേക്കായി നൽകാൻ സന്നദ്ധയാവുകയും ഇക്കാര്യം സ്കൂൾ അധികൃതരെ അറിയിക്കുകയുമായിരുന്നു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക ഷൈനി ആന്റോയ്ക്ക് ഫാത്തിമ സാറ കമ്മൽ കൈമാറി. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ നവാസ് പടുവിങ്ങൽ, സീനിയർ അസിസ്റ്റന്റ് ഏലിയാമ്മ, സ്റ്റാഫ് സെക്രട്ടറി നിമ്മി മേപ്പുറത്ത് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിത ഗ്രാമസഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർ MK ജോസ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം ഡിവിഷനിലെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉദ്ഘാടനം ശനിയാഴ്ച ചക്കംകണ്ടം കായൽക്കടവിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. രാവിലെ 9-ന് എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ കൂട്ടായ്മയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വൈകിട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അംഗം അഡ്വക്കേറ്റ് BM മുഹമ്മദ് ഗസാലി, സംഘാടക സമിതി ഭാരവാഹികളായ പ്രസാദ് കാക്കശ്ശേരി, KC ശിവദാസ്, സിദ്ദിഖ് കൈതമുക്ക്, RA അബ്ദുൽ മനാഫ്, ഇർഷാദ് K ചേറ്റുവ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UAE ഗുരുവായൂർ സ്വദേശിയുടെ കൂട്ടായ്മയായ ഗുരുവായൂർ NRI ഫാമിലിയുടെ ആഭിമുഖ്യത്തിൽ ഫാമിലി മീറ്റ് സംഘടിപ്പിക്കും. UAE ദേശീയ ദിനമായ ഡിസംബർ 2-ന് ഷാർജയിലാണ് ഫാമിലി മീറ്റ്. ഇതോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. സല്യൂട്ട് UAE എന്ന പരിപാടിയിൽ കേരളത്തിൽ നിന്നും നിരവധി പേരെത്തും. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്രാമം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ആഘോഷം ഭക്തിസാന്ദ്രമായി. മണത്തല ജനാർദ്ദനും സംഘവും വിളക്ക് എഴുന്നള്ളിപ്പിന് നേതൃത്വം വഹിച്ചു. കൊച്ചനാംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പുമുണ്ടായി. വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭജനയും അന്നദാനവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് മണിഗ്രാമം അയ്യപ്പ വിളക്ക് കമ്മിറ്റി നേതൃത്വം നൽകി. ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവത്തിന്റെ ദശാബ്ദിയോടനുബന്ധിച്ച് ദേവസൂര്യ വായനശാലയുടെയും ജനകീയ ചലച്ചിത്ര വേദിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക മാർഷൽ ആർട്സ് ദിനാഘോഷത്തിന്റെ ഭാഗമായി മാർഷൽ ആർട്സ് ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. മുല്ലശ്ശേരി വേദ മാർഷൽ ആർട്സ് അക്കാദമി ഡയറക്ടർ സെൻസായ് സുവർദ്ധൻ ഗുരുക്കൾ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. വിളക്കാട്ടുപാടം ദേവസൂര്യ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ അധ്യക്ഷനായിരുന്നു. ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിന്ദു അജിത് കുമാർ, ചലച്ചിത്ര ആർട്ട് ഡയറക്ടർ ജയ്സൺ ഗുരുവായൂർ, ദേവസൂര്യ പ്രസിഡന്റ് രജി വിളക്കാട്ടുപാടം, സെക്രട്ടറി KC അഭിലാഷ്, വേണു ബ്രഹ്മകുളം, AA ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. CPM തിരുവത്ര ലോക്കൽ സമ്മേളനം ആരംഭിച്ചു. LDF ജില്ലാ കൺവീനർ KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ ചാവക്കാട് നഗരസഭാ ചെയർമാൻ MR രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മുരിയാട് പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകളിലും ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചു. ബോട്ടിൽ ബൂത്തുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ്, വാർഡംഗം K വൃന്ദകുമാരി, സ്കൂൾ മാനേജർ K വാസു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി നവംബർ 30, ഡിസംബർ 1 തീയതികളിൽ തൃശൂരിൽ സംസ്ഥാനതല കായികമേള സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെരിങ്ങണ്ടൂർ SNS സ്പോർട്സ് അക്കാദമി, അത്താണി ടൈലൂസ് അക്കാദമി, വടക്കാഞ്ചേരി
ലമാസിയ, സ്പോർട്സ് ഹബ്ബ് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ക്യാരംസ്, ചെസ് എന്നീ ഇനങ്ങളിലായി 14 ജില്ലകളിൽ നിന്ന് വനിതകൾ ഉൾപ്പെടെ 300ഓളം ഗസറ്റഡ് ഉദ്യോഗസ്ഥർ കായികമേളയിൽ പങ്കെടുക്കും. സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ശനിയാഴ്ച കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. KGOF ചെയർമാൻ ഡോക്ടർ VM ഹാരിസ്, മറ്റ് ഭാരവാഹികളായ ഡോക്ടർ K വിവേക്, ഡോക്ടർ KR അജയ്, ഡോക്ടർ P പ്രിയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ പുസ്തകമേള സാഹിത്യകാരൻ P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ MI അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ വിദ്യാർത്ഥികളായ ദിയ സെറിൻ, ആയിഷ സഹറ എന്നിവർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം MI അബ്ദുൾ അസീസിൽ നിന്നും AH ഹലീമും ഡോക്ടർ മുഹമ്മദ് ഷിഹാബിൽ നിന്ന് ഷാജു മുഹമ്മദ് ഉണ്ണിയും ഏറ്റുവാങ്ങി നിർവഹിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ്, ഇസ്ലാമിക വിജ്ഞാനകോശം എക്സിക്യൂട്ടീവ് എഡിറ്റർ ഡോക്ടർ AA ഹലീം, IPH ജില്ലാ കോർഡിനേറ്റർ EA റഷീദ്, ട്രസ്റ്റ് അംഗം EM മുഹമ്മദ് ആമീൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ YWCAയുടെ ആഭിമുഖ്യത്തിൽ ചെമ്പുകാവിൽ സംഘടിപ്പിക്കുന്ന എക്സിബിഷന് തുടക്കമായി. സംഘടനാ പ്രസിഡന്റ് നിമ്മി റപ്പായി, നിജു സുധീഷ് എന്നിവർ നേതൃത്വം നൽകി. ചിയാരം ചേതന സൗണ്ട് സ്റ്റുഡിയോസ് ആൻഡ് അക്കാദമി ഓഫ് റെക്കോർഡിംഗ് ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച തൃശൂർ ഓൾ സെയിൻസ് ചർച്ച് സെന്റിനറി ഹാളിൽ ഓഡിയോ ഫീലിയോ എന്ന പേരിൽ ഓഡിയോ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. PA സിസ്റ്റം, മൈക്രോഫോൺസ്, സ്പീക്കേഴ്സ്, ആംപ്ലിഫയേഴ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അക്കോസ്റ്റിക് മെറ്റീരിയൽസ് തുടങ്ങിയവയുടെ പ്രദർശനവും ഡെമോൺസ്ട്രേഷൻ ക്ലാസുകളും ലൈവ് ഓഡിയോ വിദഗ്ധൻ KT ഫ്രാൻസിസ് നയിക്കുന്ന ക്ലാസും ഓഡിയോ ഫീലിയയിൽ ഉണ്ടാകും. ചേതന സൗണ്ട് സ്റ്റുഡിയോസ് ഡയറക്ടർ ഫാദർ തോമസ് ചെക്കാലമറ്റത്ത്, അഡ്മിനിസ്ട്രേറ്റർ ടോണി ജോസ്, ജെൻസൺ യോഹന്നാൻ, രാജൻ ഫ്രാൻസിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേർപ്പിലെ പാട്ടുകാരുടെ കൂട്ടായ്മയായ പാട്ടുകൂട്ടത്തിന്റെ 1ാം വാർഷികാഘോഷവും മുല്ലനഴി സ്മാരക ഗാനരചനാ അവാർഡ് സമർപ്പണവും ഞായറാഴ്ച ചേർപ്പിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം സംവിധായകൻ പ്രിയനന്ദനൻ, പുരസ്കാര സമർപ്പണം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ എന്നിവർ നിർവഹിക്കും. തുടർന്ന് ചേർപ്പ് പാട്ടുകൂട്ടം ഒരുക്കുന്ന കരോക്കെ ഗാനമേള അരങ്ങേറും. പാട്ടുകൂട്ടം പ്രസിഡന്റ് ചാക്കോടി അന്തിക്കാട്, സെക്രട്ടറി പ്രിയൻ മേനാച്ചേരി, KJ ജെയിംസ്, പ്രസാദ് മലയിൽ, തിയോസി ചേർപ്പ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ കോൺവെന്റ് സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള 24ാമത് അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റ് സ്കൂൾ മൈതാനിയിൽ ആരംഭിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. അൽവേർണിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി സജി, പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസ്മിൻ, PTA പ്രസിഡന്റ് VG സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവർട്ടി തീർത്ഥ കേന്ദ്രത്തിൽ സെന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ വാർഷികത്തോടനുബന്ധിച്ച് തീരദേശ ബൈബിൾ കൺവെൻഷൻ നടന്നു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഡിവൈൻ മേഴ്സി ഫെലോഷിപ്പ് ഡയറക്ടർ ഫാദർ ജോസ് പുതിയേടത്താണ് കൺവെൻഷൻ നയിക്കുന്നത്. ഡിസംബർ 1 കൺവെൻഷൻ സമാപിക്കും. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന ക്യാമ്പയിന് ശനിയാഴ്ച തുടക്കമാകും. ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ശാന്തിപുരം കൺവെൻഷൻ സെന്ററിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ P മുജീഹുർ റഹ്മാൻ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബ സദസ്സുകൾ, വിദ്യാർത്ഥി യുവജന സംഗമങ്ങൾ, ടീനേജ് സംഗമങ്ങൾ തുടങ്ങിയവ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദവി, മറ്റ് ഭാരവാഹികളായ ഷഹബാസ് മാലിക്, KK ഷാനവാസ്, ഹുദ്ര ബിന്ത് ഇബ്രാഹിം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ജാഥയ്ക്ക് പരിഷത്ത് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ സ്വീകരണം നൽകി.
വായനശാലകൾ, വിദ്യാർത്ഥി സംഘടനകൾ, PTA, അധ്യാപക സർവീസ് സംഘടനകൾ, സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകൾ തുടങ്ങിയവയുടെ 23 പ്രതിനിധികൾ ലഘുലേഖാ കിറ്റ് വാങ്ങി ജാഥയെ സ്വീകരിച്ചു. പരിഷത്ത് കോളരി മേഖലാ പ്രസിഡന്റ് പ്രീത ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സൺ ലക്ഷ്മി വിശ്വംഭരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത വിജയഭാരത്, ജാഥ അംഗം വി രാമൻകുട്ടി, പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കോളരി മേഖലയിലെ 8 യൂണിറ്റുകളിലും ഒപ്പുശേഖരണം നടത്തി തയ്യാറാക്കിയ മുഖ്യമന്ത്രിക്കുള്ള ഭീമഹർജികൾ യൂണിറ്റ് സെക്രട്ടറിമാർ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ലിസി കടക്കലിന് കൈമാറി. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. വാർഡംഗം സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, ഹെഡ്മിസ്റ്റേഴ്സ് KM ശ്രീജാബായ്, PTA പ്രസിഡന്റ് OV ഷനോജ്, PTA വൈസ് പ്രസിഡന്റ് TG കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. താന്യം പഞ്ചായത്ത് ജനകീയാസൂത്രണം പദ്ധതി പ്രകാരം പച്ചക്കറി തൈകളുടെ വിതരണ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഇരട്ട കിരീടവുമായി ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ. LP വിഭാഗം ജനറൽ 1ാം സ്ഥാനം, LP വിഭാഗം അറബിക് കലോത്സവം 1ാം സ്ഥാനം എന്നിവ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ കരസ്ഥമാക്കി. സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിജയാഹ്ലാദ പ്രകടനം ചെറുതുരുത്തിയിൽ സമാപിച്ചു. പ്രധാന അധ്യാപകൻ PK മോഹനൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക ശാലിനി KM അധ്യക്ഷത വഹിച്ചു. കിഡ്നി രോഗികൾക്ക് സാന്ത്വനം നൽകുന്നതിന്റെ ഭാഗമായി വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് 365 ദിവസം നൽകുന്ന ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം നടന്നു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് K. സിൻകുമാർ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില, ടെന്നി തോമസ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ K. പ്രിൻസ് തോമസ്, MC മദനകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിറിലെ 1987-88 SSLC ബാച്ചിലെ വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. പ്രസിഡന്റ് സോണി ജോർജ് അധ്യക്ഷത വഹിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ അധ്യാപക പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ഹരികുമാർ നാരായണപിള്ള, ജോയിന്റ് സെക്രട്ടറി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം പേരാമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാർട്ടൂൺ കാരിക്കേച്ചർ കലാകാരനായ ജോഷി ജോസിനെ വീട്ടിലെത്തി ആദരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൌൺസിൽ അംഗം ഡോക്ടർ KG വിശ്വനാഥൻ ആദരം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജില്ലാ നേതാക്കളായ ജലീൽ T. കുന്നത്ത്, ഡോക്ടർ ഷീല വിശ്വനാഥ്, നാരായണൻ കോലഴി, രഘു ഗുരുകൃപ എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഡിഫറന്റ്ലി ഏബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭിന്നശേഷി ക്ഷേമ പെൻഷൻ ഭിന്നശേഷിത്വത്തിന്റെ തോതനുസരിച്ച് വർദ്ധിപ്പിച്ച് ക്ഷേമ പദ്ധതിയിൽ നിന്ന് മാറ്റി ഭിന്നശേഷിക്കാർക്ക് മാത്രമായി എല്ലാ മാസവും കൃത്യമായി നൽകുക, ആശ്വാസകരണം പദ്ധതി ന്യൂനതകൾ പരിഹരിച്ച് അർഹതപ്പെട്ടവർക്ക് കൃത്യമായി നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തി ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് OS റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കമല ജയപ്രകാശ്, K. ബാലചന്ദ്രൻ, ഗീത ധനേഷ് എന്നിവർ സംസാരിച്ചു. ദേശമംഗലം തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന MSA ബനാത് യത്തീംഖാനയിലെ 4 അന്തേവാസിനികളുടെ വിവാഹം നാളെ ഉച്ചയ്ക്ക് നടക്കുമെന്ന് യത്തീംഖാന ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിന് പാണക്കാട് ഷമീർ അലി ശിഹാബ് തങ്ങൾ കാർമ്മികത്വം വഹിക്കും.
യത്തീംഖാന ജനറൽ സെക്രട്ടറി ഓണംപള്ളി മുഹമ്മദ് ഫൈസി, MP അബ്ദുള്ള കോയ തങ്ങൾ, TA ഏന്തീൻകുട്ടി ഹാജി, TP ഹംസ, TM ഹംസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആര്യമ്പാടം സെന്ററിന് സമീപം റോഡിലെ വേഗതാ നിയന്ത്രണ ബോർഡ് എടുത്തു മാറ്റുന്നത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. എരുമപ്പെട്ടി മങ്ങാട് മുളങ്ങുന്നത്തുകാവ് റോഡും കേച്ചേരി വേലൂർ കുറാഞ്ചേരി റോഡും സംഗമിക്കുന്ന സ്ഥലത്താണ് ആര്യമ്പാടം സെന്റർ. കേച്ചേരി കുറാഞ്ചേരി റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് മങ്ങാട് മുളങ്ങുന്നത്തുകാവ് റോഡിലൂടെ സെന്ററിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല. റോഡ് പുതിയതായതിനാൽ അതിവേഗത്തിലാണ് വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനാണ് റോഡിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് എടുത്തു മാറ്റുന്നതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങും ഇന്നർ വീൽ ക്ലബ്ബും KSSPU സെന്റർ യൂണിറ്റ് വനിതാ വേദിയും സംയുക്തമായി സ്ത്രീകളും മാനസികാരോഗ്യ സംരക്ഷണവും എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ ഉദ്ഘാടനം ചെയ്തു. KSSPU സെൻട്രൽ യൂണിറ്റ് പ്രസിഡന്റ് അന്നമ്മ ബെന്നി അധ്യക്ഷയായി. ഇന്നർ വീൽ ക്ലബ്ബ് പ്രസിഡന്റ് മിനി മോൺസി, ചേംബർ ഓഫ് കൊമേഴ്സ് ജില്ലാ സെക്രട്ടറി MK പോൾസൺ, മിനിമോൾ, MK സുകുമാരൻ, CD ലൂസി, PI ജോസ് എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ SBI തൃശൂർ കിഴക്കേക്കോട്ട റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. CITU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ധർണ ഉദ്ഘാടനം ചെയ്തു. SBI അഖിലേന്ത്യാ പ്രസിഡന്റ് അമൽ രവി അധ്യക്ഷത വഹിച്ചു. സ്ഥലമാറ്റങ്ങൾക്ക് സുതാര്യമായ നയം രൂപീകരിക്കുക, ട്രാൻസ്ഫർ വിഷയത്തിലെ അനീതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3185 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പൂരവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശം അപ്രായോഗികമാണെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ലെന്നും K. രാജൻ. വടക്കാഞ്ചേരി വിരിപ്പാക്കൽ യുവാവിനെ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. മണലിപ്പാടം സ്വദേശി അബ്ദുൾ ഷെരീഫാണ് മരിച്ചത്. പെരിഞ്ഞാത്ത് ഭക്ഷ്യവിഷബാധയേറ്റ വീട്ടമ്മ മരിച്ച സംഭവത്തിൽ ഹോട്ടൽ നടത്തിപ്പുകാർ അറസ്റ്റിൽ. സെയിൻ ഹോട്ടൽ നടത്തിപ്പുകാരായ കൈപ്പമംഗലം സ്വദേശി റഫീഖ, പൊഞ്ചനം സ്വദേശി അസ്ഫീർ എന്നിവരാണ് അറസ്റ്റിലായത്. ദേശീയപാത മണത്തൽ അയിനിപ്പുള്ളിയിൽ കാർ ഡിവൈഡറിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മണലി മടവാക്കരയിൽ ലോറി മറിഞ്ഞ അപകടം. തൃപ്രയാറിൽ സ്വകാര്യ ബസ്സിടിച്ച് നിയന്ത്രണം വിട്ട കാർ വഴിയോരക്കടയിലേക്ക് ഇടിച്ചു കയറി. കുർമാലിപ്പുഴയ്ക്ക് സമീപത്തെ ചെങ്ങാലു കാനത്തോട് സ്ലൂയിസിന്റെ തകരാർ പരിഹരിച്ചില്ല. വെള്ളമെത്താത്തതിനാൽ കൃഷിയിറക്കാനാകാതെ കർഷകർ. മളപ്പള്ളിപ്പുറം സെന്റ് ആനീസ് പള്ളിക്ക് പുറത്ത് കത്തിച്ചുവെച്ച മെഴുകുതിരിയിൽ നിന്ന് തീപ്പൊള്ളലേറ്റ വയോധിക മരിച്ചു. പള്ളിപ്പുറം സ്വദേശിനി സിസ്ലിയാണ് മരിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.